അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഡോക്ടർ റാം ആരുടെ ഒത്താശക്കാരൻ? ഹിന്ദു കുട്ടികളെ മതം മാറ്റുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. നിരവധി സംശയങ്ങൾ ഉയരുകയാണ്. ഈ കോളേജിന്റെ ഉടമസ്ഥന് കേരളത്തിലെ സ്വാധീനവും ചർച്ച ചെയ്യപ്പെടുന്നു. ഇത്രയധികം വിവാദമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഉടമയായ അബ്ദുൾ ജബ്ബാർ ഹാജി കേരളത്തിൽ എത്താത്തത് എന്നതും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തെ പ്രശംസിക്കുന്ന ഒരു പ്രസംഗവും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിതിൻ രാജിന്റെ മരണം ഒരു മുന്നറിയിപ്പോ. നിതിൻ രാജിന്റെ ജീവനെടുത്ത കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ ഉടമയ്ക്ക് മറ്റൊരു കോളേജ് കൂടി കാസർഗോട്ടുണ്ട്, സെഞ്ചുറി ഡെന്റൽ കോളേജ്. ഈ ഡെന്റൽ കോളേജ് കേരളത്തിലെ പല അമ്മമാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു കോളേജാണ്. പൊന്നുപോലെ അവർ വളർത്തി വലുതാക്കിയ മക്കൾ ഒരു സുപ്രഭാതത്തിൽ മതം മാറി ഇസ്ലാമായി കാമുകന്മാരോടൊപ്പം അപ്രത്യക്ഷരായത് ഈ കോളേജിൽ നിന്നാണ്. ആറ്റുകാലിലെ നിമിഷ ഫാത്തിമ, എറണാകുളത്തെ മെറിൻ എന്നിവർ സിറിയയിലേക്ക് പോയത് സെഞ്ചുറി ഡെന്റൽ കോളേജിൽ നിന്നാണ്. ഈ നിമിഷ ഫാത്തിമയും മെറിനും സെഞ്ചുറി ഡെന്റൽ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികളാണ്. അവർ അവിടെ നടന്ന ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടിയാണ് സിറിയയിലേക്ക് പോയത് എന്നാണ് ആരോപണം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് എന്ന കണ്ണൂർ ദന്തൽ കോളേജിലെ പ്രൊഫസർ റാം ഹിന്ദു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാറുണ്ട്. അവരെ ഹിന്ദുമതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള അടിത്തറ ഒരുക്കാനാണോ എന്ന് സംശയിച്ചാലും തള്ളിക്കളയാനാവില്ല എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെയും സെഞ്ചുറി ദന്തൽ കോളേജിന്റെയും ഉടമസ്ഥത ഒരു ട്രസ്റ്റിനാണ്. ഈ ട്രസ്റ്റിന് അബ്ദുൾ നാസർ മദനിയുമായി ബന്ധമുണ്ട് എന്ന ആരോപണവും ചോദ്യം ചെയ്യപ്പെടുന്നു. മാത്രമല്ല, കേരളത്തിൽ അഞ്ചരക്കണ്ടി ദന്തൽ അഥവാ കണ്ണൂർ ദന്തൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിവാദമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഉടമയായ അബ്ദുൾ ജബ്ബാർ ഹാജി കേരളത്തിൽ എത്താത്തത് എന്നതും ദുരൂഹമാണ്. ഇപ്പോൾ മലേഷ്യയിലാണ് അബ്ദുൾ ജബ്ബാർ ഹാജി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇദ്ദേഹത്തിനെതിരെ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിലുണ്ട് എന്നും പറയപ്പെടുന്നു. മതപരിവർത്തനത്തിന്റെ ഒരു വക്താവായ സക്കീർ നായിക്കുമായും ഹാജിക്ക് ബന്ധമുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നു. സക്കീർ നായിക്കിന്റെ കേന്ദ്രവും മലേഷ്യയിലാണ്. അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ മറ്റൊരു ദന്തൽ കോളേജായ കാസർഗോഡ് പൊയ്നാച്ചിയിലുള്ള സെഞ്ചുറി ദന്തൽ കോളേജിലും വിദ്യാർത്ഥികൾക്കെതിരായ അധ്യാപക പീഡനം ചർച്ചയായിരുന്നു എങ്കിലും സർക്കാർ അവിടെയും ആ കോളേജിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. സെഞ്ചുറി കോളേജിൽ പുതുതായി കോളേജിൽ വരുന്ന വിദ്യാർത്ഥികളെ കരിവാരി തേച്ച് ഇലകൾ ഉടുപ്പിച്ച് റാഗിംഗ് നടത്തുന്ന പ്രാകൃത രീതി നിലവിലുണ്ടായിരുന്നുവെങ്കിലും ഇതിനെതിരെ വന്ന പരാതികളൊക്കെ തേഞ്ഞുപോയി. സെഞ്ചുറി കോളേജിലും പല നിയമലംഘനം നടന്നിട്ടുണ്ട്. അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ കോളേജുകൾ ഇടിമുറികളായി മാറിയതിനാൽ വിദ്യാർത്ഥികൾ പലപ്പോഴും പരാതിപ്പെടാറില്ല. ഡോക്ടർ റാം എന്ന പ്രൊഫസർ അവിടെ വിലസിയിരുന്നത് അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ വിശ്വസ്തൻ എന്ന നിലയിലാണ്. ഒരു വിദ്യാർത്ഥിയും റാമിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതിരുന്നതും അയാൾ ഉടമയുടെ സ്വന്തം ആളാണ് എന്നതിനാലാണ്. മാത്രമല്ല, ജാതിപെറിയനായ റാമിനെയും അദ്ദേഹത്തിന്റെ അനുയായിയായ ഡോക്ടർ സംഗീതയും ഒരാഴ്ച കഴിഞ്ഞിട്ടും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇവരെ ഒളിപ്പിക്കുന്നത് മാനേജ്മെന്റ് തന്നെയാണ് എന്നാണ് ആരോപണം. ഇവർ പുറത്തു വന്നാൽ മാനേജ്മെന്റിനെതിരെ പലതും പുറത്തു വരും എന്ന ഭീതിയും മാനേജ്മെന്റിനുണ്ട്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് എന്ന കണ്ണൂർ ദന്തൽ കോളേജ് കെട്ടിടം അനധികൃതമായാണ് ഉടമ അബ്ദുൾ ജബ്ബാർ ഹാജി കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നും പുറത്ത് വിവരങ്ങൾ വരുന്നുണ്ട്. അനധികൃതമായി കൈയടക്കി സർക്കാരിന് 300 ഏക്കറോളം സർക്കാർ ഭൂമിയിലാണ് ഇയാൾ കോളേജ് കെട്ടിയത് എന്നും പരാതിയുണ്ട്. സർക്കാർ ഭൂമിയാണ്, ഇവിടെ കറുവപ്പട്ട തോട്ടങ്ങളുണ്ട്. ഈ ഭൂമിയാണ് കോളേജിന് വേണ്ടി ഇയാൾ കയ്യേറിയ ഭൂമി. അബ്ദുൾ ഹാജിയുടെ മുസ്ലിം ലീഗുമായുള്ള ബന്ധവും പിണറായി വിജയനുമായുള്ള ബന്ധവും കോൺഗ്രസുമായുള്ള ബന്ധവും പുറത്തു വന്നിട്ടുണ്ട്. പിണറായി വിജയൻ അബ്ദുൾ ഹാജി പുകഴ്ത്തി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഭൂമി കയ്യേറ്റം, ഭൂമി തരം മാറ്റൽ, വ്യാജരേഖ ചമയ്ക്കൽ, അനധികൃത പണമിടപാട് എന്നിവയുമായി ബന്ധപ്പെട്ട് അബ്ദുൾ ജബ്ബാർ ഹാജിക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോളേജുകൾക്കെതിരെ ഇപ്പോൾ നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. തന്നെയുമല്ല, നിമിഷ ഫാത്തിമയെ പോലെയുള്ള വിദ്യാർത്ഥികളെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. ഒന്നുകൂടി, എന്തായാലും ഈ രണ്ട് കോളേജുകളെ കുറിച്ച് ഇപ്പോൾ വിവാദങ്ങൾ ശക്തമാകുന്നു. നിമിഷ ഫാത്തിമയെ പോലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിന്നാണ് പോയത് എന്നതും ഈ വിഷയത്തിന്റെ ഗാഢത വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.